കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തികേന്ദ്രവും കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നതുമായ ശബരിമലയെ കേന്ദ്രീകരിച്ച് ഉയർന്നുവന്ന സ്വർണ്ണക്കൊള്ളക്കേസ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ നിയമയുദ്ധത്തിന് വഴിമാറുകയാണ്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചുവെന്ന മന്ത്രി കെ മുരളീധരന്റെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുന്നത്. കോടതിയുടെ അമിതമായ ഇടപെടലുകളും മേൽനോട്ടവും കാരണം സർക്കാരിന് ഈ കേസിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് മന്ത്രി തുറന്നടിച്ചിരിക്കുന്നത്. കോടതികളോട് തനിക്ക് യാതൊരുവിധ ബഹുമാനക്കുറവുമില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ ഇത്തരം വലിയ കൊള്ളക്കേസുകൾ തെളിയിക്കാൻ സർക്കാരിന് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന മന്ത്രിയുടെ നിലപാട് പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നു. അന്വേഷണം അനിശ്ചിതത്വത്തിലായതോടെ പ്രതികൾ രക്ഷപ്പെടാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന ആശങ്കയും മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. കോടതി മേൽനോട്ടം വഹിക്കുന്നതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. അന്വേഷണത്തിൽ സർക്കാരിന് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്നാണ് ആവശ്യം. ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കോടതിയുടെ അനുമതിയില്ല. പ്രതികൾ തെളിവ് നശിപ്പിക്കാനും രക്ഷപ്പെടാനും സാധ്യതയേറുന്നതായി മന്ത്രിയുടെ മുന്നറിയിപ്പ്. മകനെ തലസ്ഥാനത്ത് നിയമിക്കാനുള്ള തന്ത്രിയുടെ നീക്കത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാടിനെതിരെയും മന്ത്രി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ശബരിമലയിലെ പവിത്രമായ ആഭരണങ്ങളും സ്വർണവും കൊള്ളയടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു. എന്നാൽ ഈ കേസ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ഭരണപക്ഷത്തെ ഒരു പ്രമുഖ മന്ത്രി തന്നെ ഇപ്പോൾ തുറന്നടിച്ചത്. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി കെ മുരളീധരൻ കോടതികൾക്കെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കേസിന്റെ മേൽനോട്ടം പൂർണ്ണമായും കോടതിയുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനോ സർക്കാരിനോ ഇതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഒരു കേസ് അതിന്റെ യുക്തിസഹമായ അവസാനത്തിലെത്തണമെങ്കിൽ സമയബന്ധിതമായി കുറ്റപത്രം അഥവാ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കേസിൽ ചാർജ് ഷീറ്റ് നൽകണമെങ്കിൽ കോടതിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. കോടതി അത്തരമൊരു നിർദ്ദേശം ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുമില്ല. ഈ നിയമക്കുരുക്കാണ് അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായാൽ അത് തിരുത്താൻ കോടതിക്ക് അധികാരമുണ്ട്. എന്നാൽ തുടക്കം മുതലേ സർക്കാരിന്റെ കൈകൾ കെട്ടിവെക്കുന്ന രീതി ശരിയല്ല. ഇതാണ് മന്ത്രിയുടെ പ്രധാന വാദം. കോടതിയോട് തനിക്ക് യാതൊരുവിധ ധിക്കാരമോ ബഹുമാനക്കുറവോ ഇല്ലെന്ന് ആവർത്തിക്കുമ്പോഴും ഭരണകൂടത്തിന് നിയമപരമായ ചില സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നിലവിലെ ഈ സ്തംഭനാവസ്ഥ തുടർന്നാൽ കേസ് അട്ടിമറിക്കപ്പെടും. പ്രതികൾ വലിയ സ്വാധീനമുള്ളവരായതിനാൽ അവർ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കുകയും നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുകയും ചെയ്യുമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നു. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമെന്നതിനപ്പുറം വലിയൊരു നിയമ രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. SIT അന്വേഷണം സ്തംഭിച്ചുവെന്ന മന്ത്രിയുടെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ തർക്കമില്ല. പ്രതികൾ രക്ഷപ്പെടുമോ അതോ കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ഉത്തരവിടുമോ എന്നാണ് ഇനി അറിയേണ്ടത്.